ഹലോ സ്റ്റുഡൻസ്, സ്മൃതി സ്റ്റഡി സെൻറ്റർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെയ്ൻ. ഞാൻ എടുക്കുന്ന വിഷയം ഇംഗ്ലീഷാണ്. ഈ 10ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് 2 യൂണിറ്റാണുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. 2 ഷോർട്ട് സ്റ്റോറീസും ഒരു പോയം. അപ്പം ഒന്നാമത്തെ പാഠം അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്നാണ്. അപ്പം അത് എഴുതിയേക്കുന്നത് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് is an Indian author of British descent. ഇപ്പോൾ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ബ്രിട്ടീഷുകാരാണ്. അദ്ദേഹം ഇന്ത്യയിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. 1992 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡും 1999 പത്മശ്രീ അവാർഡും കിട്ടിയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ് റസ്കിൻ ബോണ്ട്. അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഒരു ബോയാണ്, ഒരു ആൺകുട്ടിയാണ് അതിലെ നറേറ്റർ. അപ്പം ഈ കഥയിൽ ഈ നറേറ്റർ എന്ന് പറയുന്നത് ഓഥർ തന്നെയാണ്. ഓഥറിൻ്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ആ പറമ്പിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആൽമരത്തിൽ ഒരു പാതി വഴി ഉയരത്തിൽ ഒരു തട്ട് നിർമ്മിച്ചു ഈ ആൺകുട്ടി. അപ്പോൾ അവിടെ ഉച്ച സമയങ്ങളിലൊക്കെ അവിടെ ചെന്നിരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കും, സ്റ്റോറി ബുക്സ്. അപ്പോൾ അവിടെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു അണ്ണാനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വേനൽക്കാലം മുഴുവനും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സംഭവം അവിടെ നടന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു കീരിയും പാമ്പും തമ്മിൽ മരണം വരെ പോരാടുന്ന ഒരു സംഭവം അവിടെ കണ്ടു. അതുകൂടാതെ അവിടെ വിചിത്രമായിട്ടുള്ളൊരു മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. അവിടെ ഈ മുത്തശ്ശൻ ബസാറിൽ നിന്ന് ഒരു വെള്ള എലിനെ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ഈ ആൺകുട്ടി കൂടെ കൊണ്ടുപോകായിരുന്നു. അപ്പം അത് ഈ ആൽമരത്തിൽ ഒരു അണ്ണാനുമായിട്ട് ചങ്ങാത്തത്തിലാവും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശിയുടെ ഈ സൂചിയും തുന്നിക്കൊണ്ടിരുന്ന തുണി കഷ്ണങ്ങൾ കാണാനുണ്ടായി. അപ്പോൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് അവസാനം അത് ഈ ആൽമരത്തിൻ്റെ ഒരു പൊത്തിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ 3 അണ്ണാൻ കുഞ്ഞുങ്ങളും ആ തുണിയുടെ ഇടയിൽ കാണും. അപ്പോൾ അത് ഈ ആൺകുട്ടി മുത്തശ്ശനോട് പറയുമ്പോഴത്തേക്ക് മുത്തശ്ശൻ അത് ഈ വെള്ള എലിയാണ് ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത് റസ്കിൻ ബോണ്ട് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഇനിയിപ്പം ഈ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ഇപ്പം അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആൽമരത്തിൽ നടക്കുന്ന ആകസ്മിക സംഭവങ്ങൾ, അതാണ് അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. അപ്പോൾ നമുക്ക് ഇനി പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, ശ്രദ്ധിക്കുക. Though the house and grounds of our home in India were grandfather's domain. ഇപ്പോൾ ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും മുത്തശ്ശൻ്റെ സ്വന്തം ഭൂമിയായിരുന്നെങ്കിലും the magnificent old banyan tree was mine chiefly. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള ആ ആൽമരം പ്രധാനമായും എൻ്റേതായിരുന്നു. Because grandfather at the age of 65, കാരണം മുത്തശ്ശൻ 65-ാം വയസ്സിൽ could no longer climb it, ആ ആൽമരത്തിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കളിയാക്കുമായിരുന്നു. ആര്? മുത്തശ്ശി. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. എന്നിട്ട് ഡെസ്മണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രഭുവിൻ്റെ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ ഈ പ്രഭുവിൻ്റെ ഭാര്യ, അതാണ് അതിൻ്റെ അർത്ഥം. ആൻ ഇംഗ്ലീഷ് വുമൺ വുഡ് ലിവ് ടു ദ ഏജ് ഓഫ് 117. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീയായിരുന്നു ഈ പ്രഭുവിൻ്റെ ഭാര്യ. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. ഒരു ആപ്പിൾ മരം കയറിയില്ലായിരുന്നെങ്കിൽ 117 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരുന്നേനെ എന്ന് പറയുന്നു. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. അപ്പോൾ ആൽമരം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ ആൽമരം എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ സ്പ്രെഡിങ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അതിൻ്റെ ചില്ലകളെല്ലാം ഇങ്ങനെ വിടർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. which curved to the ground and took root again.
അപ്പോൾ അതിലുള്ള ഈ ചില്ലകൾ മണ്ണിലേക്ക് ഇങ്ങനെ വളഞ്ഞ് നിലത്ത് തൊടുകയും അതിൽ നിന്ന് റൂട്ട്സ് എന്ന് പറയുമ്പോൾ വേരുകൾ ഇങ്ങനെ വരികയും ചെയ്യും. ഫോമിങ് എ മേസ് ഓഫ് ആർച്ചസ് ഗിവ് മീ എൻഡ്ലെസ് പ്ലഷർ. അപ്പോൾ ഈ ആൽമരം ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു കാണും. ഈ ആൽമരം അതിൻ്റെ ഈ ചില്ലകൾ ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിലത്തിങ്ങനെ തൊടുന്നതായിട്ട്. അപ്പോൾ അതിങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. അപ്പോൾ ഇത് ഈ ആൺകുട്ടി കാണുമ്പോഴത്തേക്ക് തീരാത്ത സന്തോഷം കിട്ടുമെന്നാണ് പറയുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അപ്പോൾ ഈ ആൽമരത്തിന് ആ വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദെഹ്റ. ഈ ദെഹ്റ എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തോളം പ്രായമുണ്ടായിരുന്നു. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയസ്. അപ്പോൾ ഈ ഹിമാലയൻ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിലാണ് ഈ ആൽമരം സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. ഇപ്പം എൻ്റെ ആദ്യത്തെ സുഹൃത്തും ചങ്ങാതിയും ഒരു ചാര നിറത്തിലുള്ള അണ്ണനായിരുന്നു. ആച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ. അപ്പോൾ കുമ്പിട്ടുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ മണം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അപ്പോൾ അവൻ്റെ സ്വകാര്യത്തിൽ കടന്നു കയറിയതിൻ്റെ എതിർപ്പ് അവൻ ആദ്യം പ്രകടിപ്പിക്കുമായിരുന്നു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈ സെൽഫ് വിത്ത് എ കാറ്റപ്പൾട്ട് ഓർ എയർ ഗൺ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. പിന്നെ എൻ്റെ കൈവശം ഒരു തെറ്റാലി, കാറ്റപ്പൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാലി, ഒരു തെറ്റാലിയോ എയർ ഗണ്ണോ എൻ്റെ കയ്യിലില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കൂടുതൽ ഈ ബിക്കെയിം ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അവൻ കൂടുതൽ ധൈര്യവാനായി, അവൻ അടുത്തു. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഇൻ പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. പിന്നെ അവന് ഈ കേക്കും ബിസ്ക്കറ്റിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് ഈ ഗ്രൂ ബോൾഡർ, അവൻ കൂടുതൽ ധൈര്യവാനായി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അങ്ങനെ അവൻ ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം എടുക്കാനായിട്ട് ഇണക്കമുള്ളവനായി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. അധികം താമസിയാതെ തന്നെ എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ, ഡെൽവിങ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമായിരുന്നു. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. പോക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനത് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇത് എന്താ പറയുക, ആ അണ്ണാനുമായിട്ട് വളരെ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പായി. ഈ വാസ് എ വെരി യങ് സ്ക്വിറൽ. അപ്പോൾ അവനൊരു കുഞ്ഞ് അണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്. പിന്നെ അവൻ്റെ സുഹൃത്തുക്കളും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ബന്ധുക്കളും വിചാരിച്ചത് എന്താണ്? ഹിം ഹെഡ് സ്ട്രോങ്, അവനൊരു താന്തോണിയാണെന്നും, ആൻഡ് ഫൂളിഷ്, ഒരു വിഡ്ഢിയാണെന്നും അവർ വിചാരിച്ചു. കാരണം എന്താണ്? ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് അവരങ്ങനെ തോന്നാൻ കാരണം. ഇൻ ദ സ്പ്രിങ്, ഈ വസന്തകാലത്ത്, വെൻ ദ ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. വസന്തകാലത്താണ് ഈ ആൽമരത്തിൽ ചെറിയ ഈ പഴങ്ങൾ ഉണ്ടാവുന്നത്, ചുവന്ന കളറുള്ള പഴങ്ങൾ. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. അപ്പോൾ ആ സമയത്താണ് ഈ പലതരത്തിലുള്ള പക്ഷികൾ വന്ന് ഈ ആൽമരത്തിൽ കയറിയിരിക്കുന്നത്. എന്തിനാണ്? ആ ചെറിയ പഴങ്ങൾ കഴിക്കാനായിട്ട്. ദ റെഡ് ബോട്ടം ബുൾബുൾ. ഇനി ഇതിൽ പറയുന്നത് എന്ത് തരത്തിലുള്ള പക്ഷികളാണ് അവിടെ വരുന്നത്? ദ റെഡ് ബോട്ടം ബുൾബുൾ. അപ്പോൾ അടിഭാഗം ചുവന്നിരിക്കുന്ന ഒരു പക്ഷിയുടെ പേരാണ് ബുൾബുൾ. ചെയർഫുൾ ആൻഡ് ഗ്രീഡി, ഉന്മേഷവും ആർത്തിയുള്ളവനും. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, അത് മറ്റൊരു പക്ഷിയാണ്, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് എന്ന് പറയും. ആൻഡ് പാരറ്റ്സ്, തത്തകളും. ആൻഡ് ക്രോസ്, കാക്കകളും. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. അപ്പോൾ അവർ വന്ന് ഈ ആൽമരത്തിലിരിക്കുന്നത് ഈ പഴം കഴിക്കാനാണ്. അപ്പോൾ സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ എന്ന് പറയുമ്പോഴത്തേക്ക് അടിപിടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ ആൽമരത്തിൻ്റെ പുറത്ത് ഇരിക്കുന്നത്. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, അപ്പോൾ ഈ വസന്തകാലത്ത്, ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പം ഈ ആൽമരത്തിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദവും ബഹളവും ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഈ എല്ലാ തരത്തിലുള്ള പക്ഷികൾ അവിടെ വന്നിരുന്ന് ഈ പഴം കഴിക്കാനായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാകുന്നത്. ഹാഫ് വേ അപ്പ് ദ ട്രീ, ഇനി ആ ആൽമരത്തിൻ്റെ പാതി വഴി ഉയരത്തിൽ, ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്.
അപ്പോൾ അവിടെ ഞാനൊരു തട്ട് ഉണ്ടാക്കി, വേർ ഐ വുഡ് സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ്. അപ്പോൾ ഉച്ച സമയങ്ങളിൽ അവിടെ ചെന്നിരിക്കും. വെൻ ഇറ്റ് വാസ് ടു ഹോട്ട്, നല്ല ചൂടൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ കയറിയിരിക്കും. ഐ കുഡ് റീഡ് കാരണം എന്താണ്, അവിടെ ഇരുന്ന് സ്റ്റോറി ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പിംഗ് മൈ സെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അപ്പോൾ ഈ സ്വീകരണ മുറിയിൽ നിന്നുള്ള ഈ കുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തലവണി എടുത്തുകൊണ്ട് പോയിട്ട് ആ തട്ടിൻ്റെ പുറത്ത് കയറി ചാരിയിരിക്കാൻ വേണ്ടിയാണ് ഈ കുഷൻ കൊണ്ടുപോകുന്നത്. ട്രഷർ ഐലൻഡ്, അക്കിൾബെറി ഫിൻ. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് വായിക്കുന്ന ഈ സ്റ്റോറി ബുക്സിൻ്റെ പേരാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണത്? ട്രഷർ ഐലൻഡ്, അക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂസിയ മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഈ സ്റ്റോറി ബുക്സാണ് അവിടെ ഇരുന്ന് വായിക്കാനായിട്ട് ഞാൻ സാധിച്ചിരുന്നത്. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, പിന്നെ വായിക്കാനായിട്ടുള്ള മൂഡ് ഇല്ലാത്ത സമയത്ത് ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. അപ്പോൾ വായിക്കാനായിട്ട് മൂഡില്ലാത്ത സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ താഴെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. എന്തൊക്കെയായിരുന്നത്? അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അപ്പോൾ ഈ മുത്തശ്ശി അവിടെ എന്ത് ചെയ്യുന്നു, അലക്കിയിട്ട വസ്ത്രങ്ങൾ അവിടെ തൂക്കിയിടുന്നതും പിന്നെ ഉണങ്ങിയ വസ്ത്രങ്ങൾ എടുക്കുന്നതായിട്ടൊക്കെ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ സാധിച്ചു. അറ്റ് ദ കുക്ക് വാർലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. പിന്നെ ആ വഴി കൂടെ പോകുന്ന ഈ ഫ്രൂട്ട് വെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കച്ചവടക്കാർ, ഈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കച്ചവടക്കാരുമായിട്ട് ഈ പാചകക്കാരൻ തർക്കിക്കുന്നതായിട്ടും എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. Or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. അല്ലെങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കുന്നതും എനിക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്, ഹാർഡി ഇന്ത്യൻ മാറിഗോൾഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സൂര്യകാന്തി പോലെ ഒരിനം ചെടിയാണ്. അപ്പോൾ അത് ഈ തോട്ടത്തിൽ ഇങ്ങനെ എന്താ പറയുക പൊട്ടിമുളക്കുന്നത് ഈ മുത്തശ്ശൻ കണ്ടുകൊണ്ടാണ് ഇത് പിറുപിറുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വെൻ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ. സാധാരണ രീതിയിൽ ആവേശമുണർത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും അവിടെ കാണാറില്ല. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക്, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. എനിക്ക് ഈ വേനൽക്കാലം മുഴുവനും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സംഭവം അവിടെ നടന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് വാസ് ദ ടൈം. അപ്പോൾ ആ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden. അപ്പോഴാണ് ഒരു കീരിയും പാമ്പും മരണം വരെ പോരാടുന്നത് ഞാൻ കണ്ടത്. While I sat directly above them in the banyan tree. അപ്പം ഈ ആൺകുട്ടി എവിടെ ഇരിക്കുന്നത്? തട്ടിൻ്റെ പുറത്ത്. ഡയറക്റ്റ്ലി അബവ് ദം, തട്ടിൻ്റെ പുറത്ത് ഇരുന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അപ്പം അതൊരു ഏപ്രിൽ മാസം ഉച്ച സമയമായിരുന്നു. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ചൂട് കാറ്റ് വീശും ഉച്ച സമയത്ത്. അപ്പോൾ ഈ ചൂട് കാറ്റ് വീശുന്നതുകൊണ്ട് മുത്തശ്ശനടക്കം എല്ലാവരും വീട്ടിൻ്റെ അകത്തായിരുന്നു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അപ്പോൾ I was feeling drowsy myself എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം തൂങ്ങുന്നത് പോലെ തോന്നി. And was wondering if I should go to the pond behind the house for a swim. എന്നിട്ട് ഈ വീടിൻ്റെ പിൻവശത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിലേക്ക് ചെന്ന് നീന്തണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. When I saw a huge black cobra gliding out of a clump of cactus. അപ്പോഴാണ് ഒരു കരിമൂർക്കൻ ഈ കാക്ടസ് ചെടിയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നതായിട്ട് ഞാൻ കണ്ടത്. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ തോട്ടത്തിൻ്റെ കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടത്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, അതേ സമയത്ത് തന്നെ ഒരു കീരിയും, whom I had often seen, ഞാൻ പലപ്പോഴും കാണാറുള്ള ഒരു കീരിയാണ്, emerged from the bushes and went straight for the cobra. ആ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്നതും ആ മൂർഖൻ പാമ്പിൻ്റെ നേരെ ചെല്ലുന്നതും ഞാൻ കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്തിവെക്കാം. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു.